ആദ്യം ഈ ബൈക്കിന്റെ ബ്രേക്ക് ഒന്ന് നന്നാക്കടി. പേടിച്ച് പേടിച്ച് ഞാൻ ചാവുന്നാ തോന്നുന്നേ. എന്നാ വിട്ടോ, ഞാൻ പോവാ. നീ ഇങ്ങനെ ജീവിക്കാനാണോ ഭാവം? മനസ്സ് വിഷമിച്ച് ക്ഷീണിച്ചല്ലോ. പക്ഷെ അവൻ നിന്റെ കാര്യമൊന്നും നോക്കാണ്ട് കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുമല്ലേ. നീ എന്തിനിങ്ങനെ ഒറ്റത്തടിയായിട്ട് കഴിയുന്നേ? രാജിനെ കുറിച്ചൊന്നും പറയണ്ട, അവൻ നല്ലത്. അതെ, ലോകത്തിലെല്ലാവരും നല്ലവരാണെങ്കിൽ വീടിന് എന്തിനാ പൂട്ട്, ഇമെയിലിന് എന്തിനാ പാസ്വേഡ്? യു ഡിസേർവ് ബെറ്റർ ഡി. അവന് നിന്നെ കിട്ടാനുള്ള ഭാഗ്യമൊന്നുമില്ല. ചിലപ്പോ എനിക്ക് അവന്റെ വൈഫ് അവന് യോഗ്യത ഉണ്ടായിരിക്കില്ല. യു ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ്. പറഞ്ഞാ കേൾക്കാത്ത മരമണ്ടി. നിന്റെ ബസ് എത്ര മണിക്കാ വരുന്നത്? 10-ന്. പിക്കപ്പ് ചെയ്യാൻ വരണോ? അയ്യോ അതൊന്നും വേണ്ട, എന്റെ ചേട്ടൻ കൊണ്ടുവിടും. ഓക്കെ. ഹെൽമെറ്റ് എങ്കിലും വെച്ചിട്ട് പോടി. താങ്ക് യു ഫോർ യുവർ ലൈഫ് ചേഞ്ചിങ് അഡ്വൈസ്. സർ വന്നേക്കാം സർ. ഐ വിൽ ബി ദേർ ഇൻ 5 minutes. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയണം. എന്താ പറയടാ? അവളൊരു അനാഥയാ. ഇപ്പൊ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് പോലീസ് ഇൻവോൾവ് ആയാൽ ഇതൊരു വാർത്തയാകും. വേണ്ടടാ. എന്നാലും മറച്ചു വെക്കാൻ പറ്റില്ലടാ. നീ എങ്ങനെയെങ്കിലും ഒന്ന് മാനേജ് ചെയ്യ്. ശരി, ഞാൻ സിയോട് സംസാരിച്ച് മാനേജ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. പ്ലീസ് ഡാ. അകത്തുണ്ടടാ. പേടിക്കേണ്ട അവസ്ഥ തരണം ചെയ്തോ? ബ്ലഡ് കിട്ടുന്നില്ലടാ. AB നെഗറ്റീവ്, നോട്ട് അവൈലബിൾ. കുറച്ച് പ്രശ്നമാ കാര്യങ്ങള്. എന്റേതും കൂടെ AB നെഗറ്റീവാണ്. നിങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച ജലദോഷ പനിയൊന്നും ഇല്ലായിരുന്നല്ലോ മാഡം? അങ്ങനെയൊന്നുമില്ല. ഏയ്, ഡോക്ടറുടെ ഭാര്യയാണ് അവര്. എന്താ ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയത്തില്ലേ? പറഞ്ഞു ചെയ്യാ. സോറി സർ. സോറി മാഡം. സാരമില്ല. നിങ്ങൾ ഗർഭിണിയൊന്നും അല്ലല്ലോ മാഡം? എന്താ അങ്ങനെ ചോദിച്ചത്? ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ബ്ലഡ് കൊടുക്കുന്ന അത്ര നല്ല കാര്യമല്ല. എന്ത് സംഭവിക്കും? വല്ലാണ്ട് വീക്കായി പോവും മാഡം. കുഞ്ഞു വയറ്റിൽ കിടക്കുമല്ലേ, എല്ലുകൾക്ക് തേയ്മാനം ഉണ്ടാവും. ശരീരത്തെ അത് കംപ്ലീറ്റ് ബാധിക്കുകയും ചെയ്യും. മായക്കിപ്പോൾ എങ്ങനെയുണ്ട്? 50-50 ചാൻസ് ഉണ്ട് മാഡം. ഒരുപാട് ബ്ലഡ് പോയി. കുറേ നേരം കൊണ്ട് പരിശ്രമിക്കുക. ഭാഗ്യത്തിനാ നിങ്ങളെ കിട്ടിയത്. ഞാൻ പ്രഗ്നന്റ് അല്ല. എൻ്റെ ബ്ലഡ് എടുത്തോളും. ആയിക്കോട്ടെ മാഡം. ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ബ്ലഡ് കൊടുക്കുന്ന അത്ര നല്ല കാര്യമല്ല. വല്ലാണ്ട് വീക്കായി പോവും മാഡം. കുഞ്ഞു വയറ്റിൽ കിടക്കുമല്ലേ. മുഖം ആകെ ഡീഫേമായടാ. ഫോറിൻ ബോഡി വേണ്ടി വരുവടാ. നമ്മുടെ മായയുടെ മുഖം ഇനി പഴയ പോലെ കാണാൻ പറ്റില്ല. ഒരു പ്രാവശ്യം പോയി കാണാൻ സത്യ. രാജ്, രാജ്, ലെറ്റ്സ് ഗോ. എന്തായി പോലീസിന്റെ കാര്യങ്ങളൊക്കെ? എല്ലാം ഓക്കെ അല്ലേ? ഞാൻ മാനേജ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ഓൾ ഗുഡ്. ഹേ മതി, പേടിക്കാനൊന്നുമില്ല രാജ്. ബ്ലഡ് കൊടുത്തതല്ലേ, ക്ഷീണം കാണും. വീട്ടിലേക്ക് കൂട്ടിക്കോ. ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം. മഹാ, എഴുന്നേക്ക്, നമുക്ക് വീട്ടിൽ പോവാം. കെയർഫുൾ രാജ്. ശരിയടാ. ഓപ്പറേഷൻ എല്ലാം റെഡിയാക്ക്. ഡു ആസ് ഐ സേ.
എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടെ? ഈ സമയത്ത് നിങ്ങൾ ആശുപത്രിയിൽ ഉണ്ടാവണം. അങ്ങോട്ട് പോയിക്കോളൂ. എന്നെ ഓർത്ത് പേടിക്കണ്ട. അറിയോ ഷുവർ? ഉം. ശരി, എല്ലാം ഒന്ന് ശ്രദ്ധിക്കണം. Take care. ഉം. ഹലോ, നീ എവിടെയാടാ? ഒരു അത്യാവശ്യ കാര്യത്തിന് പുറത്തു വന്നാ പറയടാ. പിന്നെ അതിന് നീ കാർ ഇവിടെ ഇട്ടേച്ച് പോയേ? നീ ഉറങ്ങുമില്ലായിരുന്നോ? അതുകൊണ്ടാണോ തന്നെ? എടാ, ഒരു ചെറിയ കാര്യമുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കേടാ, ഞാൻ വീട്ടിലേക്ക് പോവാ. ഓ, അങ്ങനെയാണോ? ശരിയടാ, ഓക്കെ, ബൈ. പറഞ്ഞോളൂ. ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. കുറച്ച് ഡീഹൈഡ്രേറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് വെള്ളം കുടിക്കണം. ഇപ്പൊ കുടിച്ചതേ ഉള്ളൂ. ആ പിന്നെ മായക്കിപ്പോ എങ്ങനെയുണ്ട്? ഞാൻ അങ്ങോട്ട് വരട്ടെ, വന്നിട്ടെല്ലാം പറയാം. ശരി. മഹദി, ആ ഐ ലവ് യു. മോളെ മഹി, അച്ഛാ. മുകളിലായിരുന്നോ? മോളെ എഴുന്നേക്ക്. മോളെ മോളെ മഹി, മോളെ മോളെ മഹി, മഹി, മോളെ എഴുന്നേക്ക്. മോളെ ആ മോളെ മഹി, മോളെ എഴുന്നേക്ക്. മോളെ മഹാ, മോളെ മഹാ, മോളെ അയ്യോ മോളെ പ്ലീസ് സാർ, ഞാൻ സംസാരിക്കാം അവരോട്. ആരായാലും സംസാരിക്കാം സാർ. പ്ലീസ് പ്ലീസ് യു കം. ഇറ്റ് ഈസ് വെരി അർജന്റ്. പ്ലീസ് കം. യാ. ഡോക്ടർ എന്താ പറഞ്ഞത്? അതെ, നിങ്ങൾ പേടിക്കണ്ട, ഡോക്ടർമാർ നോക്കുന്നുണ്ട്. എന്റെ മോളെ ഞാൻ ധൃതി വെച്ച് വിളിച്ചുകൊണ്ട് പെട്ടെന്ന് ഓടിയിറങ്ങി വന്നതാ. അതാ ഇങ്ങനൊക്കെ സംഭവിച്ചത്. എന്റെ മോള് വീഴാൻ കാരണം ഞാൻ തന്നെയാ. ഞാൻ കാരണമോ മോനെ? കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം പോലും ആയില്ല. എന്റെ മോടെ വിധി ഇങ്ങനായി പോയല്ലോ. ജാതകം ശരിയാണോ എന്ന് ഒരു പ്രാവശ്യം കൂടെ നോക്കേണ്ടതായിരുന്നു. നിങ്ങൾ എന്താ ഇപ്പൊ പറഞ്ഞ? രാജ്, പ്ലീസ് ചുമ്മാ. അത് മോനെ, ജാതകവും ഈ സംഭവമായിട്ട് യാതൊരു ബന്ധവുമില്ല, അറിയോ? നിങ്ങളുടെ മകള് 1 മാസത്തിനുള്ളിൽ ചിരിച്ച മുഖമായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കും. ഈ ഞാനാ പറയുന്നത്. അല്ല മോനെ, ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. ആദ്യം നിങ്ങളുടെ കരച്ചിലൊന്നും നിർത്ത്. ഞങ്ങൾക്ക് എന്താ വിഷമമൊന്നുമില്ലേ? എന്റെ മോടെ അവസ്ഥ കണ്ടില്ല. നിങ്ങൾ ദയവ് ചെയ്ത് ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പൊ പോണം. എന്റെ ഭാര്യയെ എനിക്ക് എങ്ങനെ രക്ഷിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വേഗം പോവാൻ നോക്ക്. ഞാൻ ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളാം. അങ്കിൾ വരൂ, എന്റെ കൂടെ വരൂ. പ്ലീസ് ഞാൻ പറയാം.